എല്ലാം അടിപൊളിയായിട്ട് ചെയ്യാവുന്നതാണ്, ഒരു വിഷയമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ സ്കൂബ ചെയ്യാൻ പോകുന്ന എക്യുപ്മെൻറ്റ്. ഈ എക്യുപ്മെൻറ്റിൽ മെയിനായിട്ട് 3 പാർട്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ടാങ്കിൽ ഫുള്ളി എന്താണ് ഓക്സിജനാണ്. നോർമൽ വലിക്കുന്ന ഈ എയർ തന്നെ കംപ്രസ് ചെയ്ത് കയറ്റിക്കുകയാണ്. നമ്മൾ ബലൂണും ടയറൊക്കെ ഉറപ്പിക്കില്ല, അതേപോലെ ഹൈ പ്രഷറിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. നമുക്ക് ലാവിഷായി വലിക്കാനുള്ള എയർ ഇട്ടിട്ടുണ്ട്. എയർ തീർന്നു പോകുന്ന പേടിക്കൊന്നും വേണ്ട. എയർ എത്ര ബാക്കിയുള്ളതെന്ന് നമുക്കിതിൽ നോക്കിയാൽ കാണാവുന്നതാണ്. ഓക്കെ, ഇതാണ് BCD. ഈ ബാഗ് പോലെ ഇരിക്കുന്നതാണ് BCD. ഈ BCD ആണ് എന്ത് ഈ എല്ലാ എക്യുപ്മെൻറ്റിനും ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. മാത്രമല്ല ഇത് നമുക്ക് എന്ത് ലൈഫ് ജാക്കറ്റ് പോലെ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നവരായിരിക്കാം. നമുക്ക് ഇതിൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഇത് ഫുള്ളി ഇൻഫ്ലേറ്റ് ആയിട്ട് വരും. അപ്പോൾ സമയത്ത് എന്ത് നിങ്ങൾ വെള്ളത്തിൽ താഴ്ന്നു പോവില്ല, നിങ്ങൾ പൊന്തി തന്നെ കിടക്കുള്ളൂ. നിങ്ങൾക്ക് താഴെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ എന്ത് ഇതിൻ്റെ എയർ കളഞ്ഞ് നിങ്ങൾ വെള്ളത്തിൻ്റെ അടിയിൽ പോകുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്തോളും. ഒന്ന് പറഞ്ഞോളൂ, പക്ഷെ അറിയാലോ കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ പിന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. ഇതാണ് നമ്മുടെ റെഗുലേറ്റർ. നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടാണ് വെള്ളത്തിൻ്റെ അടിയിൽ ബ്രീത്ത് ചെയ്യാൻ പോകുന്നത്. ഇത് വെച്ചിട്ട് മാത്രമേ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇത് നമ്മൾ വായിൽ കടിച്ചു പിടിച്ചിട്ടാണ് യൂസ് ചെയ്യുക. നമ്മൾ ബ്രീത്ത് ചെയ്യണതും ബ്രീത്ത് ഔട്ട് ചെയ്യണതും എല്ലാം വായ്പെടാം. മൂക്ക് എന്ന് പറഞ്ഞ സാധനം നമ്മൾ അതിന് ഉപയോഗിക്കില്ല. ഓക്കെ, അപ്പോൾ ഇത് വായിൽ കടിച്ചു പിടിക്കാൻ ഒരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്. ഒന്നുമില്ല, ആ എന്ന് പറയുമ്പോൾ വായ തുറക്കുക, ഈ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു പരമ സാധനം കണ്ടാണ്. ഇതാണ് ഇതിൻ്റെ ബൈറ്റിംഗ് പാഡ്. ഈ ബൈറ്റിംഗ് പാഡ് നമ്മൾ പല്ല് വെച്ചിട്ട് നമ്മുടെ അണപ്പല്ലുണ്ട് ജോ വെച്ചിട്ട് കടിച്ചു പിടിക്കണം. എന്നിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചുണ്ടുണ്ടല്ലോ ഷേപ്പിൽ ലോക്ക് ചെയ്ത് പിടിക്കണം, എയർ ടൈറ്റ് ചെയ്ത് പിടിക്കണം. കാണിച്ചു തരാം. ഈ ശ്വാസം എടുക്കുന്നതും വിടണതും വായക്കൂടെ. നമ്മൾ ഈ കടിച്ചു പിടിച്ചിരിക്കണ കാരണം എന്ത് ഇത് എന്തെന്നെ ചെയ്താലും നമ്മളെ വായ ദൂരി പോകില്ല. അപ്പോൾ നമ്മളെ കൈ അറിയാണ്ട് തട്ടുക, കൂടെ തന്നെ നിങ്ങൾ ഓരോരുത്തരുടെ കൂടെ ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടാവും, അവരെ കൈ അറിയാണ്ട് തട്ടുകയാണെങ്കിൽ പോലും എന്ത് ഈ സാധനം വായ ദൂരി പോരില്ല. ഞാൻ നല്ല പോസ്റ്റിലാണ് വലിക്കണം, സാധനം ഊരിപ്പോയില്ല. നമ്മൾ പിടിക്കണം എന്തിനാ എയർ ടൈറ്റ് ചെയ്യാനാണ്. വെള്ളം വായിൽ വരാൻ ചാൻസ് കൂടുതലാണ്, കാരണം വെള്ളത്തിൽ പ്രഷർ കൂടുതലല്ലേ. സോ എന്തെങ്കിലും ചെറിയ ഗ്യാപ്പ് ഇട്ടാണെങ്കിൽ വെള്ളം വരാൻ നോക്കും. അപ്പോൾ സമയം നമ്മൾ ഷേപ്പിൽ ടൈറ്റ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ എന്ത് വെള്ളം കയറില്ല. ഓക്കെ, പിന്നെ ഇതൊരു ഡിമാൻഡിങ് മാറുക. നമ്മൾ വായിൽ വെറുതെ വെച്ചാൽ എനിക്ക് ബ്രീത്ത് കിട്ടില്ല. ഞാൻ വെറുതെ വെച്ച് കാറ്റ് വന്നുകൊണ്ടിരിക്കില്ല, അത് ഇതുപോലെ അങ്ങനെ വരില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഡിമാൻഡ് ചെയ്യണം. നമ്മൾ ജ്യൂസ് കുടിക്കില്ല, സ്ട്രോ യൂസ് ചെയ്തിട്ട് വലിച്ചിങ്ങി മാത്രമല്ല ജ്യൂസ് വരൂ, അതുപോലെ തന്നെ നമുക്ക് വലിച്ചാൽ മാത്രമേ ഇത് നമുക്ക് എയർ വരൂ. ഓക്കെ, എന്നിട്ട് ഇത് വലിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഊതി വിടേണ്ടതാണ്. ഓക്കെ, നമ്മൾ തിരിച്ചു വിടുന്ന എയർ തിരിച്ച് ടാങ്കിക്കെല്ലാം കയറണം, സൈഡിൽ കൂടെ പുറത്ത് പോകും. അപ്പോൾ ഇത് പോകുമ്പോൾ ബബിൾസ് ആയിട്ട് എത്താം. അപ്പോൾ അതുകൊണ്ട് പേടിക്കാനും വെക്കണ്ട, ഇതിന് ലീക്കാണ് കംപ്ലൈൻ്റ് ആണെന്നൊന്നും പേടിക്കാണ്ട, നമ്മൾ തിരിച്ചു വിടുന്ന എയർ പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. ഇനി ഇതിൽ നമ്മൾ ഫേസ് ചെയ്യാവുന്ന ഒരൊറ്റ ഇഷ്യമാണ്, അഥവാ വായിൽ വെള്ളം കയറി. ഇതിപ്പോൾ നമുക്ക് വിടാനേ പറ്റില്ല, ഇത് കയ്യിൽ നേരെ ഇങ്ങനെ തന്നെ ചെയ്യണം. അതായത് ജസ്റ്റ് ഒരു റിലാക്സ് ചെയ്യുന്നത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റില്ല. റിലാക്സ് ചെയ്യാനല്ലേ ഇത് ചെയ്യണത്, ക്ഷയിക്കാൻ വേണ്ടിയിട്ടല്ലേ. നമ്മൾ മൂക്കോത്തെ കവേഡാണ്, അതുകൊണ്ട് എന്ത് ഇതിൽ കൂടെ എന്തായാലും ബ്രീത്ത് കിട്ടൂല. ഞാൻ വെള്ളമാണ്, വെള്ളം അടിച്ച് തരിപ്പി കയറിക്കോളും. അപ്പോൾ നമുക്ക് വായു വലിക്കാൻ ഏകയുള്ള ഓപ്ഷൻ എന്താണ്, റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കേസല്ല. അങ്ങനെയല്ല, അതായത് ആകുമ്പോൾ നമ്മൾ ഊരി പോയാലോ എന്നുള്ള ഇല്ല, അത് ഊരിപ്പോയില്ല. അതൊന്നും പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കടിച്ചു പിടിക്കുക, ജസ്റ്റ് ഒന്ന് ഷേപ്പിൽ പിടിക്കുക. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒറ്റ ഇഷ്യൂസാണ് വായിൽ വെള്ളം കയറും. ഇപ്പോൾ ക്യാമറമാനൊക്കെ നിങ്ങളടുത്ത് ഫോട്ടോ വീഡിയോ എടുക്കാതെ ചിരിക്കരുത്. ചിരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സൈഡിൽ കൂടെ വെള്ളം കയറും, ചെറിയ ഗ്യാപ്പ് എടുക്കണ്ട, ആ ഗ്യാപ്പിൽ കൂടെ വെള്ളം കയറും. അപ്പോൾ ആ സമയത്ത് ചിരിക്കണ്ട. ഇപ്പോൾ അഥവാ ചിരിച്ചു പോയി വായിൽ വെള്ളം കയറി എന്ത് ചെയ്യാൻ പറ്റും, കുടിച്ചിറക്കാൻ പറ്റുമോ? എത്ര കുടിക്കും, ഇപ്പോഴല്ലേ പ്രഷറൊക്കെ അടിച്ച് കയറും. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണം, ഇത് ഊരാനോ തുപ്പാനോ ഒന്നും നിൽക്കണ്ട. ഇതിൻ്റെ ബാക്കിൽ റൗണ്ട് കണ്ടോ, ഈ റൗണ്ട് ഒരു ബട്ടനാണ്. ഈ ബട്ടൺ ജസ്റ്റ് എന്ത് ഒന്ന് പ്രസ് ചെയ്യുക, ഒരിക്കലും ഇത് ഹോൾഡ് ചെയ്യരുത്. കാരണം ഹോൾഡ് ചെയ്താൽ ഹൈ പ്രഷറിലാണ് വരിക, കൺട്രോൾ കിട്ടില്ല, പേടിക്കാൻ നോക്കും, ഇത്രയ്ക്ക് എയർ വരില്ല. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ പറ്റണില്ല, മറന്നുപോയി, ഓർമ്മയില്ല, എല്ലാം ഒരുമിച്ച് പഠിച്ചിറക്കാൻ പറ്റുമോ? അപ്പോൾ സമയത്ത് എന്ത് ചെയ്യും, നിങ്ങൾ ജസ്റ്റ് വായം ചൂണ്ടി കാണിച്ചാൽ മതി. നിങ്ങളെ കൂടെ തന്നെ ഇൻസ്ട്രക്ടറിന് സംഭവം മനസ്സിലാവും. ആളെന്ത് ചെയ്യും,
ഇത് പ്രസ് ചെയ്ത് തരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ മെക്കാനിസം. സിമ്പിളാണ്. ആ വലിയ വീഴ പരിപാടി. ഇനി ഇൻ കേസ് വെള്ളം വരികയാണെങ്കിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യാം. ഇപ്പോൾ ടാപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് പോയിന്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്താണ് കമ്മ്യൂണിക്കേഷൻ. പറ്റുമോ? പറ്റില്ല. കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. നമ്മളെന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അറിയണ്ടേ? അപ്പോൾ നമുക്ക് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലാണ് ഒരു പ്രോപ്പർ ഡൈവിന് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷന് സൈൻ ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്യുക. നമ്മൾ ഓക്കെ എന്ന് എങ്ങനെ പറയും? ആള് പറഞ്ഞ പോലെ ഇങ്ങനെയാണ്. ഇങ്ങനെയൊക്കെയായാൽ നമ്മൾ മേലെ കൊണ്ടുപോയി. നമ്മുടെ ഓക്കെ ഇതാണ്. അടിപൊളി സൂപ്പർ ഓസം എന്നൊക്കെ പറയില്ല. ഇതാണ് നമ്മുടെ ഓക്കെ. ഇതാണ് നമ്മൾ നോട്ട് ഓക്കെ. ഓക്കെ അല്ലെങ്കിൽ ഇത് മേലേക്ക് പോകാനും ഇത് താഴത്തോട്ട് പോകാനും. നിങ്ങൾ കൂടെ ഓരോ ഇൻസ്ട്രക്ടർ വരും പറഞ്ഞില്ലേ, ആൾ ഇറങ്ങി വെക്കണത് നിങ്ങളോട് ചോദിക്കും ഓക്കെ ആണോ ഓക്കെ ആണോ. ആൾ ചോദിക്കണത് നിങ്ങൾ ഓക്കെ ആണെന്നാണ്, ആൾ ഓക്കെ എന്നല്ല. അപ്പോൾ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ തിരിച്ച് ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല എന്ന് കാണിക്കണം. ഇപ്പോൾ ഓക്കെ അല്ലെങ്കിൽ നോട്ട് ഓക്കെ എന്ന് കാണിച്ചാൽ മേലേക്ക് കൊണ്ട് വരല്ലേ വേണ്ടത്. എന്താ പ്രശ്നം എന്ന് പറയാം. നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് നമുക്ക് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ വായിൽ വെള്ളം കയറാം. അതിനെന്ത് ചെയ്യുക? ഒന്ന് പ്രസ് ചെയ്യുക അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. പിന്നെ അല്ലാതെ നമ്മൾ ഗ്ലാസ്സിൽ വെള്ളം കയറുന്നത് ഞാൻ പറഞ്ഞുതരാം അടുത്തത്. പിന്നെ നമുക്ക് ചെവിക്കൊരു ഇയർ പ്രഷറിൻ്റെ കേസും വരും. അപ്പോൾ ഏത് ഇഷ്യൂ ആണെങ്കിലും നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നമുക്ക് വരുന്ന ഇൻസ്ട്രക്ടറിന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ വേണം. നമ്മുടെ ഓക്കെ ഇതാണ്, ഇത് നോട്ട് ഓക്കെ, ഇത് മേലോട്ട്, ഇത് താഴോട്ട്. ഇനിയാണ് മെയിൻ വൺ, ഇത് ഈക്വലൈസേഷൻ എന്ന് പറയും. ഫ്ലൈറ്റിലല്ലോ ലോ പ്രഷർ കാരണം ചെവി ഒന്ന് ഓപ്പൺ ആയാൽ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റാണ് വെള്ളത്തിൽ കിട്ടുക. വെള്ളത്തിൽ നല്ല പ്രഷറാണ്, ചെവി അടയും. അപ്പോൾ ഈ അടഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ആ പ്രഷർ റിലീസ് ചെയ്യണം. അത് ചെവി തുറപ്പിക്കണം. അത് ചെയ്തില്ലെങ്കിൽ എന്ത്? നമുക്ക് ചെവിക്ക് നല്ല വേദന വരും. വേദന എന്നാൽ നമുക്ക് ചെവിക്ക് നല്ലൊരു ദോഷമാണ്. പോരാത്തിന് ഈ വേദന വെച്ച് നമുക്ക് നല്ല ഡൈവ് ചെയ്യാനും പറ്റില്ല, പാനിക്കാവും. അപ്പോൾ ഈ പ്രഷർ നമുക്ക് റിലീസ് ചെയ്യാൻ 2 മെത്തേഡാണ്. ഒന്ന് സിമ്പിളാണ്, നമ്മുടെ ഉമ്മീലുണ്ടല്ലോ അത് ഇറക്കാം. നമുക്ക് ഓരോ ഫീറ്റ് നമ്മൾ താഴെ പോകുമ്പോൾ ചെവി ഇങ്ങനെ അടയാൻ പോലെ തോന്നും. ആ സമയം നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ് ചെവി അടയേണ്ടതെന്ന് തോന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നും ഉമ്മീര് ഇറക്കാം. ശരിയാവുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് വാഴ ചുണ്ടത്തും പറ്റിയിട്ടില്ല. നമുക്ക് ഇത് വെച്ചിട്ടാണെങ്കിൽ പോലും ഉമ്മീര് ഇറക്കാം. ഓക്കെ, നമുക്ക് പറ്റും. ഇപ്പം ഇൻ കേസ് പറഞ്ഞ പോലെ വായിൽ വെച്ചാണോ ഉമ്മീര് ഇറക്കാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. ഉമ്മീര് ഇറക്കാൻ പറ്റും. നമുക്ക് രണ്ടാമതൊരു മെത്തേഡ് ഉണ്ട്, അതാണ് കുറച്ച് ഇമ്പോർട്ടൻറ്റ്. കാരണം ഇത് ചിലപ്പോൾ ഉമിനീര് ഇറക്കില്ല എല്ലാവർക്കും ശരിയാവണമെന്നില്ല. ഒരു 50 ചാൻസേ ഉള്ളൂ ക്ലിയർ ആവാൻ. പക്ഷെ അടുത്ത് പറയാൻ പോണ മെത്തേഡ് 100% റിസൾട്ട് കിട്ടും. സിമ്പിളാണ്. നമ്മുടെ മൂക്കില്ലല്ലോ, മൂക്ക് ക്ലോസ് ചെയ്യാം. എന്നിട്ട് മൂക്കിൽ കൂടെ തന്നെ ബ്രീത്ത് ഔട്ട് ചെയ്യാം. ചെവി ഒന്ന് ഓപ്പണം. ഒന്ന് ചെയ്ത് നോക്കിയാൽ മൂക്ക് വായ അടച്ചിട്ട് മൂക്കിൽ കൂടെ തന്നെ ബ്രീത്ത് ഔട്ട് ചെയ്യാം. ചെവി ഒന്ന് ഓപ്പണം. അവിടെ ചെറിയ പ്രശ്നം. മൂക്ക് വായ അടച്ചിട്ട് മൂക്കിൽ കൂടെ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ചെവി ഒന്ന് ഓപ്പണം. ശരിയാ? ചെവി ഒന്ന് ഓപ്പൺ ആയി. അപ്പോൾ ഇത് എന്ത്? നമുക്ക് എപ്പോഴാണോ പ്രഷർ ഫീൽ ചെയ്യണത് നിങ്ങൾക്ക് അപ്പം മുതൽ ചെയ്ത് തുടങ്ങാം. ഇല്ലെങ്കിൽ നമ്മൾ സിഗ്നൽ തരും, ഇതാണ് അതിന് സിഗ്നൽ. ആ സമയം മുതൽ എന്ത് ചെയ്യാം? വാങ്ങി നോക്കിയിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യാം. ഇപ്പോൾ ആ സമയത്ത് നിങ്ങളിത് മറന്നു എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് ബ്രീത്ത് ഔട്ട് മാത്രം നമ്മൾ ചെയ്തുതരാൻ പറ്റും. ബ്രീത്ത് ഔട്ട് മാത്രം ചെയ്യുക. സമയത്ത് ചെവി ഓപ്പൺ. ഇത് നമ്മൾ ഓരോ ഫീറ്റും താഴെ പോകുന്നതോറും നമുക്കത് ഫീൽ ചെയ്യും. അപ്പം നമ്മളിത് ക്ലിയർ ചെയ്യും. ഓക്കെ, ഇതും ബ്രീത്തിങ് ആണല്ലോ മെയിൻ. ഈ രണ്ടും പ്രോപ്പറായാലാണ് നമുക്കൊരു കിടിലൻ ഡൈവ് കിട്ടുന്നത്. അപ്പോൾ സിമ്പിളാണ്, ഒന്നുമില്ല. ഫസ്റ്റ് വൺ ഒന്നെങ്കിൽ ഉമിനീര വെക്കുക. ഇപ്പം അത് ചെയ്തും ശരിയായില്ലെങ്കിൽ എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്തിട്ട് അതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇത് ഓർമ്മലി എന്ത് ചെവി തൊട്ട് കാണിച്ചാലും മതി, അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഓക്കെ. ഇത് നോട്ട് ഓക്കെ, ഇത് അപ്പ്, ഇത് ഡൗണ്, ഇത് ഈക്വലൈസേഷൻ. ഓക്കെ, ഇനിയിപ്പോൾ നോട്ട് ഓക്കെയാണ്, എനിക്ക് വായിൽ വെള്ളം കയറി, അപ്പോൾ ഞാൻ എന്ത് കാട്ടണം? അല്ലെങ്കിൽ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ വായിച്ച് കൊണ്ടിരിക്കുക. ഇപ്പം ചെവിക്ക് പ്രഷറിൻ്റെ കേസാണെങ്കിൽ എന്ത് ചെയ്യണം? ഇനി മൂക്ക് ക്ലോസ് ചെയ്തിട്ട് ബ്രീത്ത് ഔട്ട് അല്ലെങ്കിൽ എന്ത് ചെവിക്ക് കൊണ്ട് കാണിക്കുക. നമുക്ക് ഹെൽപ്പ് ചെയ്താൽ ഓക്കെ. ലാസ്റ്റ് മെയിൻ ഒന്നാണ് മാസ്ക്. മാസ്ക് വെച്ച് പറ്റും, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റും.
അപ്പോൾ ഈ മാസ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒറ്റ ഇഷ്യൂ ആണ് എന്ത് മാസ്കിൽ വെള്ളം കയറും. വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് എങ്ങനെ വെള്ളം ക്ലിയർ ചെയ്യാൻ പറ്റുക? കുഴിയിട്ട് വെച്ചാലും തിരിച്ച് വെള്ളം തന്നെ കയറാൻ പോകുന്നത്. അപ്പോൾ മാസ്കിൽ വെള്ളത്തിൻ്റെ അടിയിൽ വെള്ളം കയറുകയാണെങ്കിൽ ഊരാനോ ഇളക്കാനോ നിൽക്കണ്ട. സിമ്പിളായിട്ടൊരു മെത്തേഡ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, എൻ്റെ മാസ്കിൽ മൊത്തം വെള്ളമാണ്. ഈ സമയത്ത് ഇത് ഞാൻ പറഞ്ഞ പോലെ ഊരാനോ ഇളക്കാനോ ഒന്നും നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് തല ഒന്ന് മേലോട്ട് നോക്കുക, ജസ്റ്റ് ഒന്ന് മേലോട്ട് നോക്കാം. എന്നിട്ട് ഈ മാസ്കിൻ്റെ മേൽഭാഗം ഉണ്ടല്ലോ, ഈ മേൽഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ഒരു പ്രഷർ കൊടുക്കുക. എന്നിട്ട് നമ്മൾ മൂക്കിൽ എന്തെങ്കിലും പോയാലും എന്താ ചെയ്യുക? മൂക്കിൽ എന്തെങ്കിലും ചെയ്തത് അതൊരു ഡിസ്റ്റർബൻസോ ചീറ്റി കളിക്കുന്നത് അത് തന്നെ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് മേലോട്ട് നോക്കുക. ഇവിടെ പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഫോഴ്സിലി 1 2 വട്ടം ഒന്ന് പ്രഷറിലി ചുറ്റിക്കളയുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. ആ സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ ഈ വരുന്ന എയർ മേലെ തങ്ങി മേലെ പോകാൻ ഗ്യാപ്പില്ലാത്ത കാരണം വെള്ളം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാസ്കിൽ വെള്ളം കയറിയോ മാസ്ക് പോയിന്റ് ചെയ്യുക. ആ സമയത്ത് എന്ത് ചെയ്യുക? ഞങ്ങൾ മേലെ പ്രസ് ചെയ്ത് തരും. ആ സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പറഞ്ഞ് ഇതെല്ലാം കേട്ടപ്പോൾ വലിയ എന്തോ സംഭവം തോന്നിയിട്ടുണ്ടാവും. പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ സിമ്പിളായിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ റെഗുലേറ്റർ. സെറ്റ് ചെയ്യാനുള്ള മെത്തേഡ് ഇത് വയലുണ്ടാവും. ഇത് നമുക്ക് ഫുള്ളി വേണം. ഇല്ലാണ്ട് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വെള്ളത്തിൻ്റെ ബ്രീത്ത് ഹോൾഡ് ചെയ്യാനും പാടില്ല. കാരണം അത്ര പ്രഷറിൽ പോകുമ്പോൾ നമുക്ക് ജസ്റ്റ് കംപ്രഷൻ കാര്യങ്ങൾ അത് കുറച്ച് ദോഷമാണ് പൊടിക്കുന്നത്. അതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് നമ്മൾ ബ്രീത്ത് തന്നെ ചെയ്യണം. ഓക്കെ, വയൽ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ബട്ടൺ ഒന്ന് ജസ്റ്റ് ഒന്ന് 1 2 വട്ടം ടാപ്പ് ചെയ്യാം. പരിപാടി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്ററൗണ്ട് ആൾ പ്രസ് ചെയ്ത് തരും. ഓക്കെ അല്ലേ? നമ്മുടെ സൈൻ ലാംഗ്വേജസ് ഇതാണ്. ഓക്കെ, ഇങ്ങോട്ട് ഓക്കെ, അപ്പ് ഡൗൺ, ഈക്വലൈസേഷൻ. ഈക്വലൈസേഷനുള്ള 2 മെത്തേഡ്, ഒന്ന് ഇറക്കുക അല്ലെങ്കിൽ മൂക്ക് ക്ലോസ് ചെയ്ത് മൂക്കിൽ കൂടെ തന്നെ പ്രിന്റ് ഔട്ട് ചെയ്യുക. ആ സമയത്ത് ചെവി നോക്കണം. ചെവിക്കൊരു ഓപ്പോസിറ്റ് പ്രഷർ അത് ചെയ്യും. ഇത് നമുക്ക് ഓരോ അടി താഴെ പോകുന്നതോറും നമുക്ക് ഫീൽ ചെയ്യും. ചെവി ഇങ്ങനെ അടയണ പോലെ തോന്നും. നമ്മളിപ്പോൾ ഓൾറെഡി അടിയിലെത്തി ഈ ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിക്കണം. നമ്മളൊന്ന് പൊന്തി വീണ്ടും താഴെ പോകുമ്പോൾ ഈ സാധനം അപ്പോൾ നമ്മൾ എപ്പോൾ അടിയിലൊക്കെ പോകുന്നു അപ്പം ഈ സാധനം വരും. ആ സമയത്ത് എന്ത് ചെയ്യാം? ഒന്നുകിൽ ഇൻസ്ട്രക്ടർ കാണിച്ചു തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നാൻ നിങ്ങൾ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ തന്നെ നിങ്ങളുടെ മൂക്ക് ക്ലോസ് ചെയ്ത് തരും. ആ സമയത്ത് ബ്രീത്ത് ഔട്ട്. ക്ലിയർ? നോട്ട് ഓക്കെയാണ്. ഓക്കെയാണ്. നേരെ മേലക്ക് വല്ല വേണ്ടത് എന്താ ചെയ്യുക? എന്താണ് പ്രശ്നമുള്ള പോയിന്റ് വായനാണെങ്കിൽ വായ, ചെവിനാണെങ്കിൽ ചെവി, ഗ്ലാസ്സിലാണെങ്കിൽ ഗ്ലാസ്. നിങ്ങൾ ഒരിക്കലും നമ്മൾ ഫോഴ്സ് ചെയ്ത് വെള്ളത്തിൻ്റെ അടിയിൽ പോകാനും തലക്കൊണ്ടുവരും. നിങ്ങൾ ഓക്കെയെങ്കിൽ മാത്രമേ കൊണ്ടുപോകൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം റിലാക്സ് ചെയ്ത് ബ്രീത്തിങ് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് നോക്കുക. എന്നിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഡി പി കൊണ്ടുപോകും. ഓക്കെ, ലാസ്റ്റ് ഒന്നാണ് മാസ്ക്. മാസ്ക് ഭയങ്കര സിമ്പിളാണ്. മാസ്ക് വെള്ളം കഴിയുമെങ്കിൽ ജസ്റ്റ് ഒന്ന് തലൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? മേൽഭാഗം പ്രസ് ചെയ്യുക. എന്നിട്ട് ഈ കൂടെ ഫോഴ്സിൽ ജസ്റ്റ് 2 വട്ടം ബ്രീത്ത് ഔട്ട് ചെയ്യാം. ജസ്റ്റ് ഫോഴ്സിൽ ബ്രീത്ത് ഔട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഈ കാര്യങ്ങൾ മറന്ന് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ തന്നെ പ്രസ് ചെയ്യും. ആ സമയത്ത് എന്ത് ചെയ്യാം? ബ്രീത്ത് ഔട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഓക്കെ അല്ല പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ എന്ത് ചെയ്യാം? നിങ്ങളെ മേലെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡൗട്ട്സ് കാര്യങ്ങളും ഈ മാസ്കിൻ്റെ മൂക്കാകാൻ റെക്കോർഡിങ്സിലേക്ക് ഉണ്ടായി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ തന്നെ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ഇതൊന്നും വേണ്ട. ഞങ്ങൾ മെയിനായിട്ട് ബ്രീത്തിങ്ങും ഈക്വലൈസും മാത്രം പോകും. ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യും.